കേരളത്തിൽ ഇലക്ഷൻ വരാനിരിക്കുന്നതേയുള്ളൂ. കോൺഗ്രസിൽ ഇപ്പോഴേ മുഖ്യമന്ത്രി കസേരയുടെ പേരിൽ അടി തുടങ്ങിയിരിക്കുന്നു. കേവലം ആപ്പോ ഉപ്പ നേതാക്കന്മാരല്ല മുഖ്യമന്ത്രി കസേരയുടെ പേരിൽ അടികൂടുന്നത്. എല്ലാവരും പ്രബലരും പ്രമുഖരുമാണ്. പത്തനംതിട്ട നിബിഡവനത്തിലെ ഒറ്റയാനായ PJ കുര്യനും കണ്ണൂർ ഫോറസ്റ്റിലെ ഒറ്റയാനായ K സുധാകരനുമാണ് ചിഹ്നം വിളിച്ച് കാടിളക്കി പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർക്കും രമേശ് ചെന്നിത്തല എന്ന തോട്ടക്കാരൻ പരിപാലിക്കുന്ന കേരള കരിമ്പിൻ തോട്ടത്തിൽ മേയാനാണ് അത്ര ഇഷ്ടം. എന്നാൽ അതേ കരിമ്പിൻ തോട്ടത്തിന് VD സതീശൻ എന്ന ഒരു തോട്ടക്കാരൻ കൂടിയുണ്ട്. ആരെയാണ് തോട്ടം ഏൽപ്പിക്കേണ്ടതെന്ന് ജനങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നത് മറ്റൊരു സത്യം. ഞങ്ങളാണ് ഇവിടെ കരിമ്പ് നടുന്നതും വെള്ളവും വളവും നൽകുന്നതും, എന്നിട്ടും കാവൽക്കാർ ഇപ്പോഴേ അടി തുടങ്ങിയിരിക്കുന്നു. തിരുവല്ലയിലെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനായ PJ കുര്യൻ ആദ്യത്തെ വിവാദ പ്രസ്താവന നടത്തിയത്. UDF അധികാരത്തിൽ വരുമെന്നും UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്തുതിവാചകങ്ങൾ. ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു PJ കുര്യന്റെ വെള്ളപൂശൽ. അത് കേട്ട് കോൾമേൽ കൊണ്ടതല്ലാതെ ആ സ്റ്റേജിൽ അത് തിരുത്താൻ രമേശ് ചെന്നിത്തല തയ്യാറായതുമില്ല. ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി തന്നെയാണ് K സുധാകരൻ മുന്നോട്ട് വന്നത്. ചെന്നിത്തല തന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നായിരുന്നു K സുധാകരന്റെ ചെന്നിത്തല ഉണർത്തുപാട്ട്. സുധാകരന് ചെന്നിത്തലയെ വാട്ടിപ്പാടാൻ ഒരു കാരണമുണ്ട്. അത് സുധാകരന്റെ മത്സരിക്കാനുള്ള പൂതിയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ചെന്നിത്തല. എന്നാൽ VD സതീശൻ K സുധാകരനെ ഇനിയും മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ആശയക്കാരനായിരുന്നു. എന്നാലും കുര്യൻ എന്തിനു വേണ്ടിയാണ് ചെന്നിത്തലയെ വാഴ്ത്തിപ്പാടിയത്? ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായ കോൺഗ്രസ് അലിഞ്ഞില്ലാതായതും ഇതേ അധികാരമോഹികളായ നേതാക്കന്മാരാലാണ്. അധികാരത്തിന് വേണ്ടി അധികാരമുള്ളവന്റെ കൂടെ പോയവരും അധികാരത്തിന് വേണ്ടി പാർട്ടിയെ പുലർത്തിയവരുമായിരുന്നു അവരെല്ലാവരും. ഈ നേതാക്കന്മാരെ വെറുത്താണ് നല്ലൊരു വിഭാഗം ജനങ്ങളും ഇഷ്ടമില്ലാതിരുന്നിട്ടും പല പാർട്ടികൾക്കും പല ചിഹ്നത്തിനും വോട്ട് കുത്തി നാട് നശിപ്പിച്ചത്. ഈ തമ്മിത്തല്ലുകൊണ്ട് ഇനിയും അത് തന്നെയേ ഉണ്ടാകും. PJ കുര്യനും K സുധാകരനും പരസ്യമായി പറഞ്ഞെങ്കിലും ശശി തരൂരിനും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ചില ചട്ടങ്ങൾ പഠിപ്പിക്കാനുണ്ടെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാൻ അധികാരം കയ്യിൽ കിട്ടണം. എന്നാൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കഴുതകളായ ജനങ്ങളാണ്. അവരെന്നും കഴുതകളാക്കുകയും ചെയ്യും. അതിനുവേണ്ടി വലിയ വലിയ സ്വപ്നങ്ങൾ നിറച്ച പ്രകടന പത്രിക ഓരോ പാർട്ടിയും എന്നോ അച്ചടിച്ചു വെച്ചിട്ടുമുണ്ടാകും.